നമസ്കാരം, ഏവർക്കും പൗർണമി ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രമ്യ ശ്രീഹരി. ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഗുരു അഥവാ ഗുരുതത്വം. നമ്മളുടെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, നമുക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിത വിജയം ഉണ്ടാവാത്തതെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു മിഥ്യാധാരണ തന്നെയാണ്. കാരണം ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ഗുരുവെന്ന വ്യക്തിയല്ല എടുക്കേണ്ടത്, ഗുരു എന്ന തത്വത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ആചാര്യന്മാർ അത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാനൊന്ന് വിശദീകരിക്കാം. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു ബ്രഹ്മാവാണെന്നാണ് പറയപ്പെടുന്നത്. ബ്രഹ്മാവിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് സൃഷ്ടിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അതിൽ നിന്നും അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് ഏത് വേണം ഏത് വേണ്ട എന്നുള്ള ഒരു പുതിയ അറിവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഗുരുവാണ്, ഗുരു തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഗുരു വിഷ്ണുവിൻ്റെ ഖാരത്വം എന്ന് പറയുന്നത് സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്, നിലനിൽപ്പ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയിട്ടുള്ള വ്യക്തികളാണ്. അത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും അല്ലാത്ത തരത്തിലും ഒക്കെ. ഇതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഈ അറിവുകളെ ക്രോഡീകരിച്ച് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഗുരു വിഷ്ണു ആവശ്യമാണ്. ഈ അറിവുകൾ ഒരു ഉറുമ്പിൽ നിന്നാവാം, മറ്റുള്ള വ്യക്തികളിൽ നിന്നാവാം, നമ്മുടെ കൂട്ടുകാരിൽ നിന്നാവാം, ഒരു പക്ഷേ നമ്മുടെ ശത്രുവിൽ നിന്ന് പോലും ആവാം. അപ്പോൾ ഈ അറിവുകളെ എല്ലാം നമ്മൾ മികച്ച രീതിയിൽ ജീവിത വിജയത്തിന് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും അവർക്ക് ഗുരുത്വമുണ്ടായിരിക്കണം. അടുത്തത് ഗുരുദേവോ മഹേശ്വര. മഹേശ്വരൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സംഹാരമാണ്. അപ്പോൾ നമ്മൾ ഏവരും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഓരോരോ കാഴ്ചകൾ കാണുന്നുമുണ്ട്. ഇതിൽ നിന്നും നമ്മുടെ ഉള്ളിലെ അന്ധകാരമാകുന്ന അറിവില്ലായ്മയെ സംഹരിച്ചുകൊണ്ട് നന്മയാകുന്ന അറിവിനെ സ്വീകരിക്കുന്നതിനെയാണ് ഗുരുദേവോ മഹേശ്വര എന്ന് പറയപ്പെടുന്നത്. ഈ മൂന്ന് തത്വവും ഗുരുവിൽ തന്നെയാണുള്ളത്. ഈ ഗുരു പുറമെങ്ങുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും, നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും ഈ എല്ലാ അറിവുകളെയും നമ്മൾ ഈ ഒരു തത്വത്തിലേക്കാണ് സ്വീകരിക്കേണ്ടത്. ഈ തത്വത്തെ മനസ്സിലാക്കി നാം ഈ ലോകത്തിൽ ഒന്നുമല്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും ആവശ്യമുള്ളവയെ മാത്രം സ്വീകരിച്ച് അനാവശ്യമായ കാര്യങ്ങളെ സംഹരിച്ചുകൊണ്ട് ഗുരുത്വത്തോടുകൂടി നല്ലൊരു അറിവ്, നന്മയാകുന്ന അറിവുകളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഭാഗം ഗുരു സാക്ഷാൽ പരബ്രഹ്മം, തസ്മൈ ശ്രീ ഗുരവേ നമ. ഈ തത്വം തന്നെയാണ് പരബ്രഹ്മം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതെൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും, ഗുരുവിനെ തേടുന്ന ഓരോരുത്തർക്കും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ പൗർണമി കൺസൾട്ടേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ജാതക ചിന്തനം, വാസ്തുദോഷം, ഭൂമിദോഷം, മുഹൂർത്തം, പൊരുത്തം, നിങ്ങളുടെ കൃത്യമായ കർമ്മകൾ കണ്ടുപിടിക്കുന്നു, ആഭിചാരദോഷം, സർപ്പദോഷം, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ഏതൊരു കാര്യത്തിനും കൃത്യമായ സൊല്യൂഷൻ നമ്മൾ ജെം സ്റ്റോൺസിലൂടെ, പൂജാ പരിഹാരങ്ങളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ നമ്മൾ നൽകി നിങ്ങളുടെ ജീവിത വിജയം നേടിത്തരുന്നതാണ്. അപ്പോൾ നിങ്ങളേവരും മടിച്ചു നിൽക്കാതെ നമ്മുടെ പൗർണമിയിൽ നിന്ന് കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങളുടെ ജീവിത വിജയം ഉറപ്പുവരുത്തുക. പ്രപഞ്ചശക്തി നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. അടുത്തൊരു ദിവസം അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.